സമരസംഗമത്തിൻ്റെ ബഹുമാന്യനും പ്രിയങ്കരനുമായ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF കൺവീനർ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാർ, പ്രിയപ്പെട്ട ശ്രീ തേറമ്പൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞങ്ങൾ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പരിപാടി കഴിഞ്ഞ് തൃശ്ശൂരിലെത്തിയത് നിങ്ങൾക്ക് ആവേശം പകരാനാണ് എങ്കിൽ ഇവിടെ വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആവേശം സ്വീകരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ പേരും പെരുമയും പ്രൗഢിയും പാരമ്പര്യവുമെല്ലാം വീണ്ടെടുക്കാൻ നിങ്ങൾ സുസജ്ജരാണ് എന്ന് ഈ കൺവെൻഷൻ തെളിയിച്ചിരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ പ്രഖ്യാപനം ഇവിടെ സഗൗരവം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ടാജറ്റ് എന്നാണ്. അദ്ദേഹം ടാർജറ്റ് നൽകിക്കൊണ്ടാണ്, ടാർജറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് വളരെയേറെ സന്തോഷകരമാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തൃശ്ശൂരിൻ്റെ പാരമ്പര്യം എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂരെന്ന് നമുക്കെല്ലാം നന്നായിട്ടറിയാം. രാഷ്ട്രീയത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും അധികം വേരോട്ടമുള്ള, വളക്കൂറുള്ള, ജനപിന്തുണയുള്ള, പാരമ്പര്യമുള്ള, ചരിത്രം സൃഷ്ടിച്ച മണ്ണാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണ് സമീപകാലത്ത് തൃശ്ശൂരിൻ്റെ ആ കോൺഗ്രസ് പെരുമയ്ക്ക് ചില പോരായ്മകൾ സംഭവിച്ചു. അത് വീണ്ടെടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ജനങ്ങൾ നമുക്കൊപ്പമുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ നമുക്കൊപ്പമെന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആവേശകരമായ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. രാഷ്ട്രീയ കേരളം വളരെ ഗൗരവത്തോടെ വീക്ഷിച്ച ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ വോട്ട് ചോദിച്ചത് എങ്കിൽ ആ നയങ്ങൾ അത് അവസാനിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ചിരിക്കുകയാണ്. വിലക്കയറ്റത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു, ചെറിയ രൂപത്തിലാണെങ്കിലും സംസാരിച്ചു. എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും തീപിടിച്ച വിലയാണ്. കേന്ദ്ര കേരള സർക്കാരുകൾ അനങ്ങുന്നില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വാതകത്തിൻ്റെയും എല്ലാം വില കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കൂട്ടിയപ്പോൾ കേരളം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേന്ദ്രം അത് കൂട്ടിയപ്പോൾ കേരളം അതിൻ്റെ വിഹിതം വേണ്ട എന്ന് തീരുമാനിച്ച് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു. 700 കോടി രൂപയുടെ നികുതി പണം ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ടെന്ന് വെച്ചുവെങ്കിൽ പിണറായി സർക്കാർ അത് വേണ്ടെന്ന് വെച്ചില്ല എന്ന് മാത്രമല്ല, അത് അവർ പോരാ എന്ന് തീരുമാനിച്ച് പെട്രോളിനും ഡീസലിനും വീണ്ടും സംസ്ഥാനത്തിൻ്റെ വക സെസ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെൻറ്റാണ്. വിലക്കയറ്റത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. സപ്ലൈകോ ഫലത്തിൽ പ്രവർത്തിക്കുന്നില്ല. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളില്ല. അവിടെ ലഭ്യമാക്കേണ്ട സാധനങ്ങൾക്ക് പോലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാർഷിക മേഖല ആകെ തകർന്നിരിക്കുന്നു. വന്യജീവി അക്രമം വാർത്തയല്ലാത്ത വിധത്തിൽ എല്ലാ ദിവസങ്ങളിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സർക്കാർ നിഷ്ക്രിയമായ നിലപാട് തന്നെയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷം. പഠിച്ചവർ, ചെറുപ്പക്കാർ സർട്ടിഫിക്കറ്റുകളുമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ കയറിയിറങ്ങുന്നു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്റർവ്യൂവിൽ പോയി അവരെ റാങ്ക് ലിസ്റ്റിൽ ഇടം തേടുന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകളാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ യുവതികളാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ സമരം ചെയ്തത് എങ്കിൽ ആ സമരത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ആശാ വർക്കർമാരുടെ സമരം അത് ഒറ്റപ്പെട്ട സമരമല്ല. അവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വരുമാനം, പ്രതിദിന വരുമാനം 232 രൂപയാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത്. ഒരു ദിവസം 232 രൂപ കൊണ്ട് ഈ ഭാരിച്ച ജീവിത ചെലവ് എങ്ങനെ നമ്മുടെ സഹോദരിമാർ എങ്ങനെ ആ ജീവിത ചെലവ് വഹിക്കും? അതുകൊണ്ട് അവർ
ഒരു ചെറിയ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ സമരം ചെയ്തിട്ട് 4 മാസങ്ങളായി തിരുവനന്തപുരത്ത് ആ സമരം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെൻറ് ആ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ ചെയർമാൻ്റെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാരിൻ്റെ ഒരു നടപടി അതായിരുന്നുവെങ്കിൽ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രതിമാസ ശമ്പളം 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഏജൻസി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പരസ്യ ഏജൻസി, PR ഏജൻസിയുടെ പ്രതിഫലം കഴിഞ്ഞ മാസമാണ് വർദ്ധിപ്പിച്ചു നൽകിയത്. അപ്പോൾ സർക്കാരിന് ആവശ്യമുള്ളവർക്ക് മാത്രം സഹായങ്ങൾ ചെയ്യുന്നു, പാവപ്പെട്ടവരെ പൂർണ്ണമായിട്ടും കേരള ഗവൺമെൻറ് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്താണ് നമ്മൾ ഈ സമര സംഗമവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. KPCCയുടെ പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് സ്വീകരണ പരിപാടികളല്ല. ചാർജ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി എല്ലാവരും തൃശ്ശൂരിൽ വന്ന് ബഹുമാന്യനായ അഭിവന്ദ്യനായ ലീഡർ ശ്രീ K. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി. ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി. R. ശങ്കർ സാറിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് KPCC ഓഫീസിലെത്തി നമ്മൾ AK ആന്റണിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ചുമതല ഏറ്റെടുത്തത്. എങ്കിൽ ഇത് അധികാരമല്ല. KPCCയുടെ ഭാരവാഹിത്വം അധികാരമല്ല, അത് ചുമതലയാണ്, ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിന്തുണയിൽ തൃശ്ശൂരിൻ്റെ മഹത്തരമായ പാരമ്പര്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അതിലെല്ലാവരുടെയും സഹായം, ശക്തമായ പ്രവർത്തനം, കൂട്ടായ്മ, ഐക്യം ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന ആവേശത്തിൽ നമുക്ക് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ ഈ കൺവെൻഷൻ, ഈ സമര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. ബഹുമാന്യനായ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP. ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷാജർ, ഏറെ ബഹുമാന്യനും ആദരണീയനുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവറുകൾ, ഏറ്റവും പ്രിയങ്കരരായിട്ടുള്ള